മദീനയിൽ അറബി കാലിഗ്രഫിക്കായി സ്ഥാപിച്ച ആഗോള കേന്ദ്രം തുറന്നു. മദീന ഗവർണർ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വിജ്ഞാനവും ഗവേഷണവും പരിശീലനവും ലഭ്യമാക്കുന്ന കേന്ദ്രത്തിൽ മ്യൂസിയവും ഒരുക്കിയിട്ടുണ്ട്. അറബിക് ലിപിയുടെ പൈതൃകവും സാംസ്കാരിക പ്രാധാന്യവും ആഗോളതലത്തിൽ ഉയർത്തുന്നതിനാണ് സെന്റർ സ്ഥാപിച്ചത്. ക്രൗൺ പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാന്റെ പേരിലുള്ള സ്ഥാപനം മദീന ഗവർണർ പ്രിൻസ് സൽമാൻ ബിൻ സുൽത്താൻ ബിൻ അബ്ദുൽ അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ശുദ്ധമായ അറബി ഭാഷയുടെ ഉത്ഭവ കേന്ദ്രവും നൂറ്റാണ്ടുകളുടെ അറബി ഭാഷാ ചരിത്രവുമുള്ള സൗദി അറേബ്യയുടെ മണ്ണിൽ അറബി ഭാഷയിലെ അതിമനോഹരമായ കയ്യെഴുത്ത് കലയായ കാലിഗ്രഫിക്കു വേണ്ടി ഒരു കേന്ദ്രം ഒരുങ്ങുന്നു എന്നുള്ളത് അറബി ഭാഷാ സ്നേഹികളെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ അറബി ഭാഷാ സാഹിത്യത്തിൻ്റെ കുലപതിയായി അറിയപ്പെടുന്ന മുഹമ്മദ് നബിയുടെ പട്ടണമായി അറിയപ്പെടുന്ന മദീനയിലാണ് ഈ അറബി കാലിഗ്രഫിക്ക് വേണ്ടിയുള്ള ഈ കേന്ദ്രം ഒരുങ്ങുന്നത് എന്നുള്ളത് ഈ അറബി ഭാഷാ സ്നേഹികളുടെ സന്തോഷം ഇരട്ടിപ്പിക്കുന്നതാണ്. അറബിക് ലിപിയുടെ സാംസ്കാരികവും നാഗരികവുമായ അടയാളങ്ങൾ ചേർത്തുവെച്ചാണ് കേന്ദ്രത്തിന്റെ നിർമ്മാണം. ഖുർആൻ എഴുത്തിന്റെയും ഇസ്ലാമിക വിജ്ഞാനത്തിന്റെയും കേന്ദ്രമായിരുന്ന നഗരം എന്നർത്ഥം വരുന്ന ദാറുൽ കലം എന്ന പേരിലാണ് കേന്ദ്രം അറിയപ്പെടുക. വിജ്ഞാനവും ഗവേഷണവും പരിശീലനം, ബിസിനസ് അവസരങ്ങൾ എന്നിങ്ങനെ വിവിധ സേവനങ്ങൾ കേന്ദ്രം വഴി ലഭ്യമാവും. സൗദി അറേബ്യ അറബി കാലിഗ്രാഫിയുമായി ബന്ധപ്പെട്ട് നിരവധി അവസരങ്ങളാണ് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഗവേഷണ തൽപരതയോടുകൂടി മേഖലയെ സമീപിക്കുന്നവർക്കും എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നതും ഇപ്പോൾ നൽകി വരുന്നതും. നമുക്കറിയാം, ലോകത്തിൽ തന്നെ ആദ്യത്തെ അറബി കാലിഗ്രാഫി പഠിക്കാനുള്ളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ലോകത്ത് പ്രൊവൈഡ് ചെയ്ത രാജ്യമാണ് സൗദി അറേബ്യ. അൽ ഖത്താത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഏത് രാജ്യത്ത് നിന്നുകൊണ്ടും അറബി കാലിഗ്രാഫി പഠിക്കാൻ അവസരം ഇപ്പോൾ സൗദി അറേബ്യ കൊടുക്കുന്നുണ്ട്. ആർക്കൈവിംഗ് യൂണിറ്റ്, കാലിഗ്രഫി മ്യൂസിയം, കാലിഗ്രഫി ബിസിനസ് ഇൻക്യുബേറ്റർ തുടങ്ങിയവ സെന്ററിന്റെ ഭാഗമാണ്. വിഷൻ 2030 ഭാഗമായാണ് പദ്ധതി. മദീനയെ അറബിക് കാലിഗ്രഫിയുടെ ആഗോള കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. സാബിത് സലീം, മീഡിയ 1, മദീന.